ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കും. SITക്ക് മുന്നിൽ യുവതിയുടെ മൊഴി നൽകിയതോടെ രാഹുലിന് രണ്ടാം കേസ് കുരുക്കാകും. വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുകയാണ്. ഹരിമോഹൻ, ഈ രണ്ടാം കേസിൽ രാഹുലിന് കുരുക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? റോഷ്നി, തുടക്കം മുതൽക്കുണ്ടായിരുന്ന ഈ രണ്ടാമത്തെ കേസിലെ ആശങ്ക മൊഴി മാത്രമായിരുന്നു. ബാക്കി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് SIT വിലയിരുത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ച് ആദ്യം മൊഴി നൽകാൻ പെൺകുട്ടിക്ക്, അതിജീവിതയ്ക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒടുവിൽ മൊഴി നൽകിയിരിക്കുന്നു. നേരത്തെ ആ മൊഴിയിലെ വിശദാംശങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇനി രഹസ്യമൊഴിയായിട്ട് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിലയിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ നിലവിൽ ഇന്ന് വാദം കേൾക്കുന്ന സമയത്ത് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും ഇതിനകത്ത് ഈ രാഹുലിന് അനുകൂലമായിട്ടുള്ള രേഖകൾ, ഡിജിറ്റൽ രേഖകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മൊഴികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. മാത്രമല്ല ഇതിൽ ഇതുവരെ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ ഇപ്പോഴുള്ള മൊഴി പ്രകാരം നിരവധിയായിട്ടുള്ള വകുപ്പുകൾ അതിൽ ചുമത്താൻ സാധിക്കും. ഭീഷണിപ്പെടുത്തിയതും ഒരുപക്ഷെ വലിയ രീതിയിൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചതും അടക്കമുള്ള വകുപ്പുകൾ ഇതിലേക്ക് വരും. മാത്രമല്ല ഒരാൾ കൂടി പ്രതിയാവുകയും ചെയ്യും. രാഹുൽ അല്ലാതെ രാഹുലിന്റെ അനുയായിയായിട്ടുള്ള ഫെനിയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ യുവതിയെ ഹോം സ്റ്റേയിലേക്ക്, രാഹുലിന്റെ സമീപത്തേക്ക് എത്തിച്ചത് എന്നുള്ളത് കൂടിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ആദ്യത്തെ കേസിൽ മാത്രമാണ് ഇതുവരെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് ഇപ്പോഴും സെഷൻസ് കോടതിയിൽ വാദം നടക്കുകയാണ്. അടച്ചിട്ട മുറിയിലാണ് വാദം നടന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയും. ആദ്യത്തെ കേസിൽ മാത്രമാണ് മേൽക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി അറസ്റ്റ് തടയാനുള്ള ഒരു ഉത്തരവ് വാങ്ങിച്ചത് എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു കേസിൽ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ SITക്ക് കഴിയും. പ്രത്യേകിച്ച് രണ്ടാമത്തെ കേസിൽ ഇന്നിപ്പോൾ മൊഴി രേഖപ്പെടുത്തി അത് സമർപ്പിച്ചത് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് രാഹുലിന്റെ അഭിഭാഷകനാണെങ്കിൽ പോലും അത് കോടതിയിൽ ഉന്നയിക്കുന്ന സമയത്ത് കൂടുതൽ തങ്ങളുടെ കയ്യിൽ രേഖകൾ ഉണ്ടെന്നോ തെളിവുകൾ ഉണ്ടെന്നോ ഒന്നും തന്നെ വാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ ഏതെങ്കിലും നിലയിൽ അറസ്റ്റ് തടയാതെ വരുന്നൊരു ഘട്ടം ഉണ്ടായാൽ മേൽക്കോടതിയിൽ പോകാനൊക്കെ ഒരു കാലതാമസം ഉണ്ടാവുകയും ചെയ്യും. ആ കാലതാമസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന SIT കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുലിനെ ഏറെക്കുറെ തന്നെ എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്തു. അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നതിൻ്റെ ചില ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ തടസ്സം. പക്ഷേ രണ്ടാമത്തെ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാങ്കേതികമായി ഒരു തടസ്സമില്ല, നിയമപരമായി ഒരു തടസ്സവുമില്ല. SIT ഏറെക്കുറെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. അതിൽ ഇനി രണ്ടാം കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതിന്റെ നടപടിക്രമങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കേസ് പോലെയല്ല, രണ്ടാമത്തെ കേസിൽ കുറച്ചുകൂടി ഗുരുതര സ്വഭാവത്തിൽ തന്നെ അത് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് പ്രോസിക്യൂഷനും പോലീസും എല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നത്. റോഷ്നി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. 12ാം ദിവസവും ഒളിവിലുള്ള രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. രാഹുൽ കർണാടകയിൽ ഉണ്ടെന്നാണ് SITക്ക് ലഭിച്ച വിവരം. രാഹുലിനെ ഉടൻ കണ്ടെത്താൻ തന്നെയാണ് രണ്ടാം SIT സംഘത്തിന്റെ നീക്കം. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, കർണാടകയിൽ ഉണ്ടെന്നുള്ള വിവരം അത് കൃത്യമായി തന്നെ അറിയാമല്ലോ അല്ലെ? പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെ? അതുതന്നെയാണ് ഋഷി, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 ദിവസത്തിലേറെയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കുക എന്നൊരു നീക്കം പ്രത്യേക അന്വേഷണ സംഘം ഉപേക്ഷിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞിരുന്നു ഹൈക്കോടതി. രണ്ടാമത്തെ കേസിലാണ് അറസ്റ്റ് തടയാത്തൊരു സാഹചര്യം നിലവിലുള്ളത്. രണ്ടാമത്തെ കേസിലാണെങ്കിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പുള്ള ഒരു അറസ്റ്റ് എന്നുള്ളത് അത് പിന്നീട് കേസിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതൊന്ന് മയപ്പെടുത്തിയത്, ആ ഒരു നിലപാട്. ഇതിപ്പോൾ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി ഇപ്പോൾ ഹരി വിശദീകരിച്ചതുപോലെ അതിഭീകരമായ മൊഴിയാണ് എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ കേസിനേക്കാളും എത്രയോ ശക്തമായി കോടതിയിൽ നിലനിൽക്കാനിടയുള്ള ഒരു കേസാണ് രണ്ടാമത്തെ കേസ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പരിഗണിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയാണ് ആ കേസിൽ ഏറെ നിർണായകമാവുക. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ്. റോഷി നേരത്തെ പറഞ്ഞതുപോലെ ബംഗളൂരുവിൻ്റെ ചില ഭാഗങ്ങളിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന നിരീക്ഷണം പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം ചെയ്യുന്നവരെ പറ്റിയുള്ള നിരീക്ഷണവും തുടരുന്നുണ്ട്. എന്തായാലും
രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകി എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ കേസിൽ വളരെ ഒരു ചെറിയൊരു ഒരു എഡ്ജ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു, കാരണം അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷേ രണ്ടാമത്തെ കേസ് നിർണായകമാണ്, ഗുരുതരമായ പ്രശ്നമാണ്, പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് തന്നെയാണ് നിയമവിദഗ്ധർ അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് റോഷ്നി, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ രണ്ടാമത്തെ കേസ് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി മാറും. രണ്ടാമത്തെ കേസിന്റെ പ്രത്യേകത ഒരു സ്ഥിരം കുറ്റവാളിയാണ്, ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന രീതിയിലുള്ള വാദത്തിലേക്ക് പ്രോസിക്യൂഷനെയും പ്രത്യേക അന്വേഷണ സംഘത്തെയും കൊണ്ടെത്തിക്കാൻ പര്യാപ്തമായ മൊഴി രണ്ടാമത്തെ പെൺകുട്ടിയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് റോഷ്നി. എസ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.